ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് ഓഫ് പാർട്സിലെ പേജ് നമ്പർ 57 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 57ഉം 60ഉം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഫ്രാക്ഷന് 1 ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. 4 ചോദ്യങ്ങളാണുള്ളത്. ഫോർ ഈച്ച് ഫ്രാക്ഷൻ ഗിവൺ ബിലോ ക്യാൻ യു മെൻ്റലി കാൽക്കുലേറ്റ് ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 1. അപ്പം നമ്മൾ കുറച്ച് വലിയ കാൽക്കുലേഷൻ ഒന്നും ചെയ്യാണ്ട് നമ്മൾ മൈൻഡിൽ തന്നെ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ 1 എന്ന് പറയുമ്പോൾ എന്താണ്, ഏതൊരു സംഖ്യയും നമ്മൾ ഫ്രാക്ഷൻ്റെ കേസിലെടുക്കുമ്പോൾ 2/2 that is equal to 1, 7/7 that is equal to 1, 8/8 that is equal to 1. ഓക്കെ, അപ്പോൾ ഈ 1ലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രാക്ഷനോട് എത്ര ആഡ് ചെയ്യണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോൾ നമ്പറാണ്. 2/2, 7/7, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആകുന്നതിന് നമ്മൾ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 ആകാൻ വേണ്ടി നമ്മൾ എന്താണ് ഇതിനോട് ചെയ്യേണ്ടത്. അപ്പോൾ 1 - 2/7 എന്നാണ് വരിക അല്ലേ. 1 നിന്ന് 2/7 മൈനസ് ചെയ്ത് നമുക്ക് എത്ര ആഡ് ചെയ്യണമെന്ന് മനസ്സിലാവും. ഇവിടെ 1 എന്ന് പറയുന്നത് ഇവിടെ 7/7 ആണ് അല്ലേ. 7/7 2/7 മൈനസ് ചെയ്താൽ എത്രയാണ്, നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി 7 - 2 ദറ്റ് ഈസ് 5/7. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതാണ് 5/7. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഇവിടെ 2/7 എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 7 - 2 5/7. ഇവിടെ 7 - 4 3/7. ഓക്കെ, 8 - 3 5/8. 10 - 3 7/10. ഇതാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 1 - 2/7. 2/7 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 7/7 ആണ്. ഓക്കെ, 7/7 - 2/7 ദറ്റ് ഈസ് 7 - 2/7 5/7. ദ ഫ്രാക്ഷൻ ടു ബി ആഡഡ് 5/7. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4/7 ആണ്. അപ്പോൾ ടു മേക്ക് ഇറ്റ് 1 വി കാൽക്കുലേറ്റ് 1 - 4/7. അപ്പം 1 എന്ന് പറയുന്നത് ഇവിടെ 7/7 ആണ്. 7/7 - 4/7 7/7 - 4/7. അപ്പോൾ പിന്നെ നമ്മൾ 7 - 4/7 ദാറ്റ് ഈസ് 3/7. അപ്പോൾ നമ്മൾ 1 ആകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടത് 3/7 ആണ്. നെക്സ്റ്റിൽ നമുക്ക് 3/8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 - 3/8 ചെയ്തു. അപ്പോൾ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 8/8 - 3/8. അഗെയിൻ 8 - 3/8. 8 - 3 എന്ന് പറയുന്നത് 5/8 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്ത 3/10 ആണ്. അപ്പോൾ 3/10 എന്ന് പറയുമ്പോൾ 1 - 3/10. 1 എന്ന് പറയുന്നത് ഇവിടെ 10/10 ആണ്. 10/10 - 3/10 ദറ്റ് ഈസ് 10 - 3/10 ദറ്റ് ഈസ് 7/10. അപ്പോൾ നമ്മൾ 1 ആകാൻ വേണ്ടിയിട്ട് 3/10നോട് ആഡ് ചെയ്യേണ്ടത് 7/10 ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് മൈൻഡിൽ ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയത്. നമുക്ക് അടുത്ത പേജ് നമ്പർ 60 ഒന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് 4 പ്രോബ്ലംസ് ആണുള്ളത്. പക്ഷേ ആദ്യത്തെ പ്രോബ്ലംസിൽ തന്നെ നമുക്ക് കുറച്ച് 5 പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച തന്നെയാണ്. സമ്മ് ചെയ്യാൻ നമുക്കിപ്പോൾ ഈസി ആണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. 5/6 + 1/3. ഓക്കെ, 5/6 + 1/3. ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതിയെടുക്കാം. 5/6 + 1/3. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ ഒന്നും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെയിം ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, 6ൻ്റെ മൾട്ടിപ്പിൾസ് ഇങ്ങനെ ഇതാണ്. 6 12 18 അങ്ങനെ പോകുന്നു. 3ൻ്റെത് 3 6. അപ്പോൾ നമ്മുടെ ഇവിടെ 6 ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ 6നെ നമുക്ക് ചൂസ് ചെയ്തു. 6 ആണ് ഇനി നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ 5/6നെ ഇവിടെ ഡിനോമിനേറ്റർ ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. 5/6 ഡിനോമിനേറ്റർ 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് 1/3നെ ഡിനോമിനേറ്റർ 6ലേക്ക് ആവണം. അപ്പോൾ 6 കിട്ടാൻ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1നെയും 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം.
അപ്പോൾ 1 ഇൻറ്റു 2 2/6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 5/6 പ്ലസ് 1/3ക്ക് ഈക്വൽ ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? 2/6 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ നോക്കൂ, 5ഉം 2ഉം നമുക്ക് ആഡ് ചെയ്യാമല്ലോ. 5 + 2/6, അപ്പോൾ 7/6. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ സിംപ്ലിഫൈ ഫോമിലേക്ക് ആക്കണം. ഓക്കെ, നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. എന്താ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ന്യൂമറേറ്റർ കൂടുതലാണ് അല്ലേ, വലിയ സംഖ്യയാണ് ന്യൂമറേറ്റർ ഉള്ളത്. അപ്പോൾ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്താക്കണം? ഇതിനൊരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ 1ലേക്ക് അതിനെ മാറ്റാം. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? 1ലേക്കാക്കാൻ നമ്മൾ എന്ത് കുറയ്ക്കണം, എന്ത് ആഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു, പേജ് നമ്പർ 50. അപ്പോൾ നമ്മളിത് 1ലേക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിനോമിനേറ്റർ എത്രയാണ്? 6 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ 6/6 ആണ്. ഓക്കെ, ഈ 6/6 ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ 7ൽ 6 പോയി. പിന്നെ ബാലൻസ് അവിടെ ഉള്ളത് എന്താണ്? 1/6 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? 7/6 ആണ്. ഇവിടെ നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം. അതിന് വേണ്ടിയിട്ട് 6/6 എടുത്തു. അപ്പോൾ ഇവിടെ 7ൽ 6 പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് 1 ആണ്, 1/6. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ 6/6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലേ. അപ്പോൾ 1 + 1/6, 1 + 1/6 എന്ന് പറയുന്നത് എന്താണ്? 1/6 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/6. ഇതെങ്ങനെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുവരെയുള്ള കാൽക്കുലേഷൻ നമുക്ക് നമ്മൾ ഓൾറെഡി എല്ലാ പ്രോബ്ലംസിലും ചെയ്തതാണ്. പുതിയതായിട്ട് വന്ന കാൽക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1ലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. 1ലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ ചെയ്തിട്ട് അതാണ് 6/6 എടുത്തു, ബാലൻസ് 1/6 എടുത്തു. അപ്പോൾ 1/6. വളരെ സിമ്പിൾ അല്ലേ? അപ്പം അത് ചെയ്യുക. ഇനി അടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. 7/8 + 1/4. അത് നമുക്കൊന്ന് ക്വസ്റ്റ്യന് എടുത്തെഴുതാം. എന്താണ്? 7/8 + 1/4. ഓക്കെ, 7/8 + 1/4. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, 8ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 8ൻ്റെത് നമുക്ക് 8 16, 4ൻ്റെത് 4 8. ഓക്കെ, അപ്പോൾ ഇവിടെ ലീസ്റ്റ് ആയിട്ട് വരുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് 8ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 7/8നെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി എന്താണ്? 8 ആണ് ഡിനോമിനേറ്റർ. ഇനി നമുക്ക് 1/4നെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ നമുക്ക് 1/4നെ മാറ്റി നോക്കാം. 1/4 ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 8 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2/8. അപ്പോൾ നമുക്ക് 1/4ന് ഈക്വൽ ആയിട്ട് എന്ത് കിട്ടി? 2/8 കിട്ടി. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 2/8 നമ്മൾ കൂട്ടി. ഓക്കെ, ആഡ് ചെയ്തു. 7 + 2 7 + 2/8. 7 + 2 എന്ന് പറയുന്നത് എന്താണ്? 9/8 ആണ്. ഇവിടെയും നമ്മൾ ഇനി അടുത്ത കാൽക്കുലേഷനിൽ വരികയാണ്. ഇത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമുക്കിനി മിക്സഡിലേക്ക് കാണാം. അപ്പോൾ നമുക്കിവിടെ 8 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ 1 എന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. 8/8 എഴുതി. അപ്പം ഇവിടെ 9 8 പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എത്രയാണ്? 1 ആണ്, 1/8. ഓക്കെ, ഇനി നമുക്ക് ഈ 8/8നെ എന്താക്കി എഴുതാം? 1 എന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാം. 1/8. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/8. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് വരുന്നത് 5/6 + 1/4. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 5/6 + 1/4. ഇവിടെയും നമുക്ക് നോക്കാം. 6ൻ്റെ മൾട്ടിപ്പിൾ എഴുതാം. 6 12. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കാരണം 4ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. അപ്പോൾ 4 8 12 ആണ്. അപ്പോൾ 12 ഇത് നമുക്ക് ഇങ്ങനെ എഴുതി പോകാം. 6 12 18 നമ്മൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 വരുമ്പോൾ നമുക്കറിയാം 4 8 12. ഓക്കെ, അപ്പോൾ ഇവിടെ 12 ആണെന്ന് നമുക്കറിയാം അല്ലേ. 12നെ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ ഇത് അതേ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ ആയിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, നമുക്ക് രണ്ടും മാറ്റണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. നമ്മുടെ 5/6 ആണ്. നമുക്ക് കിട്ടിയ ഡിനോമിനേറ്റർ ഈക്വൽ ആവുന്നത് എത്രയിലാണ്? 12ലാണ്.
അപ്പോൾ 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ നമ്മൾ 5നെ എന്തുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. എന്നാലേ നമുക്ക് ഈക്വൽ ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പം 10/12 ആണ് നമുക്ക് 5/6ന് പകരക്കാരനായിട്ട് ഈക്വലായിട്ട് കിട്ടിയത്. ഓക്കെ, സെറ്റ്. ഇനി അടുത്ത 1/4 ആണ്. 1/4നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് 12ലേക്ക് മാറ്റണ്ടേ? അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 1 4 4 2 4 8 3 4s are 12. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ എന്തിനെ ന്യൂമറേറ്ററിനെയും 3 കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 3 3 3/12. അപ്പോൾ 1/4ന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 3/12. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മായ്ച്ച് കളയാം. സ്ക്രീനിൽ സ്ഥലമല്ലേ സ്പേസ് ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 10 + 3 10 + 3. ഓക്കെ, 10 + 3/12 13/12. ഇനി നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് വരണം. അപ്പോൾ നമ്മൾ 12/12. ഓക്കെ, ഇനി 13 12 പോയിൻ്റ് എത്ര ഉണ്ടാവും? 1 അല്ലേ ഉണ്ടാവുക. അപ്പോൾ 1/12. അപ്പോൾ 12/12 എന്ന് പറയുമ്പോൾ 1 1/2. നമ്മുടെ ആൻസർ വന്നല്ലോ, 1 1/2. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ അങ്ങനെ ഭംഗിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? 5/8 + 3 4. ഓക്കെ, 5/8 + 3 4. അതൊന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. 5/8 + 3/4. ഓക്കെ, അപ്പോൾ 8ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾസ് ചെയ്താൽ 8 ഓക്കെ 16 അത് മതി. 4 8 12. അപ്പോൾ ലീസ്റ്റ് മൾട്ടിപ്പിൾ കിട്ടിയല്ലോ, 8 ആണ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 5/8 അത് അങ്ങനെ തന്നെ എഴുതാം, കാരണം 8 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇനി നമുക്ക് 3/4നെ ചേഞ്ച് ചെയ്യാം. 3/4നെ 8ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താൽ 8 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 8 കിട്ടുക. അതേപോലെ 3നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 2 6/8. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5/8 3/4ന് ഈക്വലായിട്ട് നമുക്ക് എന്ത് കിട്ടി? 6/8 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അത് രണ്ടും ആഡ് ചെയ്യാണ്. 5 + 6/8. ഓക്കെ, 5 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ഉം 6ഉം കൂട്ടിയാൽ എത്രയാണ്? 11 കിട്ടുക. 11/8. ഇനി നമുക്ക് 1 എന്ന കൺസെപ്റ്റിലേക്ക് എഴുതണ്ടേ? അപ്പോൾ നമ്മൾ 8നെ നമ്മൾ എടുത്തു. 8/8 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 11 8 ഒന്ന് ചെറുങ്ങനെ ഇവിടെ എഴുതി നോക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 11 - 8 എത്രയാണ്? 3/8 ആണ്. ഓക്കെ, 3 ഓക്കെ 3/8. 3 ഒന്നും ശരിയായി വരുന്നില്ല. 3/8. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതൊന്ന് മായ്ക്കാം, ഇതൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 8/8 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. നമ്മൾ 1 എന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മളിത് എഴുതേണ്ടത്. ഓക്കെ, 1. ഇനി 3/8 എന്ന് പറയുമ്പോൾ 1 3/8. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഇവിടെ നോക്കൂ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതുവരെ തന്ന ക്വസ്റ്റ്യൻ പോലെയല്ലത്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കൺഫ്യൂഷൻ ഒന്നാണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ കഴിയും. ഈ 2 1/3നെയൊക്കെ നമുക്കൊന്ന് അങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, 2 1/3. ഓക്കെ, 2 1/3യും പിന്നുള്ളത് 3 1/2 ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഹോൾ നമ്പേഴ്സാണ്, ഇത് പൂർണ്ണ നമ്പർ, അതായത് ഇതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ നമ്മൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ 2ഉം 3 ആണല്ലോ ഉള്ളത്. അപ്പോൾ 2 + 3 എന്ന് എഴുതാം. ഇവരെല്ലാം ഒരു സെറ്റ്. ഇനി അടുത്ത സെറ്റ് ആരാണ്? ഈ ഫ്രാക്ഷൻസ്. ഇവരെല്ലാം ഒരു സെറ്റ്. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2 + 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 5 ആണല്ലേ. പിന്നെ ഇവിടെ ഉള്ളത് 5 1/3 + 1/2 ആണ്. ഈ 1/3യും 1/2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ മൾട്ടിപ്പിൾ കാണുക, എന്നിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. ആ പ്രോസസ്സൊക്കെ നമ്മൾ ഇവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവർ രണ്ടാളെയും കൂട്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ 1/3നെയും
1/2നെയും നേരത്തെയൊക്കെ ചെയ്ത പോലെ ചെയ്യാം. 3ൻ്റെയും 2ൻ്റെയും എന്താണ് ലീസ്റ്റ് മൾട്ടിപ്പിൾ ഏതാ വരിക? നമുക്കറിയാമല്ലേ, 3 6 2 4 6 2 4 6 അപ്പോൾ 6 ആണ് വരിക. അപ്പോൾ നമ്മൾ 1/3നെ 6ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 6 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെയും എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2/6 ആണ്. ഇനി 1/2നെ നമ്മൾ 6ലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 3 ആണ് ഇൻറ്റു ചെയ്യേണ്ടത്. 2 × 3 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/6 കിട്ടും. ഓക്കെ, 3/6. ഇനി നമ്മൾ ഇതിനെന്താണ് 2ഉം 3യും കൂട്ടി, അപ്പോൾ നമുക്ക് 5/6 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 5 + 5/6. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്. 5/6. ഈ 5 പൂർണ്ണ സംഖ്യയാണ്, ഹോൾ നമ്പറാണ്. അപ്പോൾ 5 കുറച്ച് ഇതും ഒരിക്കലും കൂട്ടരുത്. 5 + 5/6. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5/6. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനത്തെ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഇതിനെല്ലാം ഒരു വശത്തേക്ക് എഴുതുക. ഈ ഹോൾ നമ്പേഴ്സിനൊക്കെ ഒരു വശത്തേക്ക് എഴുതുക, ഫ്രാക്ഷന് വേറൊരു വശത്തേക്കും എഴുതുക. അപ്പോൾ 2 + 3 നമ്മൾ കൂട്ടി വെച്ചു, ഇവിടെ 5. പിന്നെ 1/3ഉം 1/2 ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്പിൾസ് കാണുക, കോമൺ മൾട്ടിപ്പിൾ ലീസ്റ്റ് കാണുക, എന്നിട്ട് അതിനേക്ക് കൺവേർട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ നമുക്ക് 5/6 കിട്ടി. അതിങ്ങനെ സമ്മാക്കി അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇനി നമുക്കിതിൽ ഒരു 3 പ്രോബ്ലംസും ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസാണ്, വളരെ ഈസിയാണ്. അതും കൂടി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. 1 jar contains 1.5 liters of milk and another contains 2.75 liters of milk. How much milk in both jar together? ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ 1 jar contain 1 and 1/2. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ആദ്യത്തെ ജാറിലുള്ള മിൽക്ക്. അപ്പോൾ 1.5 എന്നൊക്കെ പറയുമ്പോൾ ഇതാണ്. ഹാഫ് എന്ന് പറയുന്നത് 1/2 ആണ്. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. 3/4 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് 3/4 ആണ്. ഈ ഒരു 3/4 ലിറ്റേഴ്സ് എന്നൊക്കെ ഇത് ഈ ബേസിക് ഇതൊക്കെ നമ്മൾ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഹാഫാണ്, ഇത് ക്വാർട്ടറാണ്, ഇത് 3/4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ജാറിൽ ഇത്ര എന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് 2.75 എന്നാണ് പറഞ്ഞത്, അതായത് 2 3/4 ലിറ്റേഴ്സ്. അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജാറിൽ 1/2 ലിറ്റേഴ്സ് ആണ്. സെക്കൻഡ് ജാറിൽ 2 3/4 ലിറ്റേഴ്സ് ആണ്. ഇനി ടോട്ടൽ മിൽക്കാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആഡ് ദ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഹോൾ നമ്പർ ആയിട്ട് 1ഉം 2 ആണുള്ളത്. അത് നമ്മൾ ആഡ് ചെയ്തു. 1 + 2 = 3. അത് നമ്മളവിടെ മാറ്റി വെച്ചു. ഇനി ഫ്രാക്ഷൻസ് ആണ്. ഇവിടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1/2ഉം 3/4ഉം ആണ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ ഏതാണ്? 4 ആണ് വരിക. അതായത് 2 4 4ൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ 4 8. അവിടെ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ വരിക 4 ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 4ലേക്ക് കൺവേർട്ട് ചെയ്തു. 1 × 2 2/4 3/4 ഓൾറെഡി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും ആഡ് ചെയ്തു. 5/4 ആണ്. ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ നമ്മളത് പ്രോപ്പർ ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5/4 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 5/4 നമുക്കറിയാം 4/4 + 1/4 ആണ്. അപ്പോൾ 1/4 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 1/4 ഇത് ഈ ഒരു ഫ്രാക്ഷൻസ് മാത്രം ചെയ്ത സംഭവമാണ്. 1/4. നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചൊരു സാധനമുണ്ട് 3 അല്ലേ? അപ്പോൾ 3യും 1/4ഉം നമ്മൾ കൂട്ടി 3 + 1 4 1/4. അപ്പോൾ നമ്മുടെ ലിറ്റർ എത്രയാണ്? 4 1/4 മിൽക്കാണ് നമുക്കുള്ളത്. മനസ്സിലായല്ലോ? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത അതുകൊണ്ടാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്തതും ഇത് തന്നെ. 2 strings of length 1.5 meters are joined end to end. What is the total length? അപ്പോൾ 2 സ്ട്രിങ് ഉണ്ട്. ഒരു സ്ട്രിങ്ങിൻ്റെ നീളം 1.5 ആണ്. 1.5 എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ 2 ഉണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ട്രിങ് 1/2 meter. ലെങ്ത് ഓഫ് സെക്കൻഡ് സ്ട്രിങ് 1/2 meter.
ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടും കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/2 പ്ലസ് 1/2. ഇവിടെ നമ്മൾ ഹോൾ നമ്പറിനെ മാറ്റി വെച്ചു. 1 + 1 പ്ലസ് 1/2 പ്ലസ് 1/2. ഇവിടെ 1 + 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2 ആണ്. ഇനി 1/2 രണ്ടും നമുക്ക് വേഗം തന്നെ കൂട്ടാം, കാരണം ഇവിടെ ഒരേ ഡിനോമിനേറ്ററാണ് വന്നത്. നമ്മൾ നേരത്തെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററുള്ളത് നമ്മൾ ഈക്വൽ ഡിനോമിനേറ്ററൊക്കെ ആക്കണം. ഇവിടെ അങ്ങനത്തെ കാൽക്കുലേഷനും അല്ല, 2 ആണ് രണ്ടെണ്ണത്തിൽ വന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് അങ്ങോട്ട് കൂട്ടാം. അപ്പോൾ 1 + 1 എന്ന് പറയുമ്പോൾ 2/2 ആണ്. 2/2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം 2 + 1 3 meters. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്താണ്? ലാസ്റ്റ് പ്രോബ്ലം ആണ്. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഹൈഡത്ത് bought 1.5 kilogram of beans, 3/4 kilograms of yam. What is the total weight? അപ്പം ബീൻസും യാമും വാങ്ങിക്കുന്ന 1/2 കിലോഗ്രാം. അപ്പോൾ നമ്മുടെ ബീൻസ് എത്രയാണ്? 1/2 കിലോഗ്രാം ആണ്. യാം എത്രയാണ്? ക്വാണ്ടിറ്റി ഓഫ് യാം 3/4 കിലോഗ്രാം ആണ്. ഇനി ടോട്ടൽ വെയിറ്റ് ആണ് നമ്മൾ കണ്ടത്. 1 + 1/2, അതായത് ഇത് 1 + 1/2 + 3/4. അപ്പം 1 നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. ഇനി 1/2 3/4 നമുക്ക് ആഡ് ചെയ്യണം. 1/2 3/4 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമൺ മൾട്ടിപ്പിൾസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ്? 4 ആണ് കിട്ടുക. അപ്പോൾ 4ലേക്ക് ചേഞ്ച് ആക്കണം. 1/2നെ 4ലേക്ക് ചേഞ്ച് ആക്കണം. അപ്പോൾ 2 × 2 ആണ് 4. അപ്പോൾ നമ്മൾ മേലെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് 2/4 കിട്ടി. അപ്പോൾ നമ്മൾ 2/4 + 3/4 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5/4 കിട്ടി. ഇവിടെ 1 ഉണ്ട് കേട്ടോ, അതിലുള്ള ഈ 1 ഇവിടെ കൂടെ തന്നെ ഉണ്ട്. 1 + 5/4. ഈ 5/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4/4 + 1/4 ആണ്. അപ്പോൾ 4/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. അപ്പോൾ ആദ്യത്തെ ഒരു 1 ഇവിടെ ഉണ്ട്, ആ 1, പിന്നെ ഇതിൻ്റെ ഒരു 1 എക്സ്ട്രാ വന്നിട്ടുണ്ട്, പിന്നെ പ്ലസ് 1/4. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 + 1 2 1/4 ആണ് നമുക്ക് കിട്ടുക. എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടുക? 2 1/4. എങ്ങനെയാണ് വന്നത്? ഈ 1 പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടിയ നമുക്ക് 1 അത് 2 ആഡ് ചെയ്തു, പിന്നെ 1/4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് നമ്പർ 57 and 60 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോബ്ലം ചെയ്യാം. പേജ് നമ്പർ 61 ചെയ്യാം. ഓക്കെ, താങ്ക് യു.